അവസാനത്തെ നമ്മുടെ യാത്ര കന്യാകുമാരി കാണാനാണ്. അതും ട്രെയിനിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ. അപ്പോൾ ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇതാണ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. എറണാകുളത്ത് നിന്ന് വെളുപ്പിന് 3 മണിക്കാണ് ഇത് എടുക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു 9 മണിയാവും. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് കയറിയത്. ഈ ട്രെയിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 110 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കന്യാകുമാരിയിലെത്താം. ഏറ്റവും സുഖമായിട്ട് പോകാൻ പറ്റിയ ട്രെയിനാണ് ഒന്നാണ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. അധികം തിരക്കും ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനും പറ്റും. ഇത് കന്യാകുമാരിയിൽ ഒരു 11 മണിയാകുമ്പോൾ എത്തും. ഞാൻ അങ്ങനെ എടുത്ത ഈ ട്രെയിനാണ്. കാരണം അധികം പൈസ ചിലവില്ല. എനിക്കാകെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ പോകാൻ വന്നത് ആകെ വന്നത് 50 രൂപയാണ് ചിലവ് വന്നത്. നല്ല രീതിയിൽ സീറ്റും ഉണ്ടായി, നല്ലോണം അത്യാവശ്യം വിശ്രമിച്ച് പോകാനും പറ്റി. എറണാകുളത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 3 മണിക്കാണ് അവിടെ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നത് വെളുപ്പിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 മണിക്കുണ്ട്, പിന്നെ 7 മണി, പിന്നെ 11:30 മണി. അങ്ങനെയാണ് ട്രെയിനിൻ്റെ സമയം. എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രെയിനാണ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. എന്തായാലും ഇതാവും അത്യാവശ്യം നമുക്ക് 11 മണിയാകുമ്പോൾ അവിടെ എത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ കന്യാകുമാരിയിൽ എത്തുകയും ചെയ്താൽ നല്ല രീതിയിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ട്രെയിനിൽ തന്നെയാണ് നല്ല കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ബോർഡറാണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം തമിഴ്നാട് സ്റ്റൈൽ വീടുകളാണ് ഈ കാണുന്നത്. അതും ചെറിയ കെട്ടിടങ്ങൾ, നമ്മളെ കേരളത്തിൻ്റെ സ്റ്റൈൽ പോലല്ല, ഒക്കെ ഭയങ്കര വ്യത്യാസമുള്ളതാണ്. നല്ല രീതിയിൽ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നത്. അതും ചെറിയ ബിൽഡിംഗ് കണക്കാം, പക്ഷെ എന്നാലും ഇഷ്ടംപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് എത്തേണ്ടത്. കന്യാകുമാരി എത്താറാകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആയ ഫീല് കിട്ടും. കാരണം തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ട്രെയിനാണ് ഞാൻ പോയത് ട്രെയിൻ. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ട്രെയിനും ഇവിടെയാണ് എത്തണത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കാറ് കിട്ടും. അത് നമ്മളവിടെ വരെ കൊണ്ടെത്തിക്കും അവർ. ഇത് 10 രൂപ സർവീസാണത്, ഒരാൾക്ക് 10 ഉറുപ്പിക, അങ്ങനെയാണ് ഇതിൻ്റെ നിരക്ക്. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അധികം തിരക്കോ അങ്ങനെ വലിയ ക്രൗഡുള്ള ഏരിയ ഒന്നല്ല ഇത്. ചെറിയൊരു സ്റ്റേഷൻ, അതേപോലെ തന്നെ അധികം ആൾക്കാരും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ പെയ്ഡ് കാർ എന്ന് പറയുന്നത്. 4-5 ആൾക്കാർക്ക് സുഖമായിട്ട് പോവാം. പിന്നെ ലഗേജൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കാണുകയാണ് ഈ ഓട്ടോറിക്ഷകൾ, കാര്യങ്ങൾ, ടാക്സികളൊക്കെ. വേണ്ടവർക്ക് എടുക്കുക, എല്ലാത്തവർക്ക് എടുക്കാതിരിക്കണതാണ് നല്ലത്. നടക്കാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നടന്നാണ് പോയത്. ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ശരിക്കും നടക്കാനായിട്ട്. അത്യാവശ്യം വെയിലുണ്ടായി, എന്നാലും അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നടക്കാമെന്ന് തന്നെ വിചാരിച്ച്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ. അങ്ങനെ പയ്യെ വെയിലത്ത് നടന്ന് ഞാൻ. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ പോയി കാണുന്ന റോഡാണ്. ഇതൊരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻ റോഡ് എത്തും. പയ്യെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കാണുന്നത് ഇതാണ് വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതൊരു പ്രാവശ്യം കാണുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത്യാവശ്യം നല്ല വാക്സ് മ്യൂസിയം തന്നെയാണിത്. 120 രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ, വാക്സ് മ്യൂസിയം മാത്രം കാണാൻ. പിന്നെ 3D കാര്യങ്ങളൊക്കെ കാണാൻ വേറെ ഒരു ചിലവാണ്. പിന്നെ നമ്മൾ റോഡ് കഴിഞ്ഞ് വലത്തോട്ട് കുറച്ചും കൂടെ നടക്കുമ്പോൾ ഇതൊരു പള്ളി കാണും. ഇതും ഭയങ്കര ഫേമസ് ആയൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ മുൻവശത്ത് കാണുന്ന ഈ പ്രതിമകളൊക്കെ നല്ല നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ ആ പള്ളി കാണാൻ ഞാനും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കന്യാകുമാരി വന്നിട്ട് എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പള്ളി കൂടിയാണിത്. കാരണം ഏറ്റവും ഫേമസ് പള്ളിയാണിത്. എന്തായാലും നമ്മൾ ഒന്ന് പോയി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും നന്നായിരിക്കും. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല നല്ല കൾച്ചറുകളും കാര്യങ്ങളൊക്കെ ഈ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ഏകദേശം അത്യാവശ്യം നടക്കാനുള്ള ദൂരം തന്നെ ഉണ്ട്. ഒരു കിലോമീറ്ററൊക്കെ ഉണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക്. അങ്ങനെ ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇതാണ് പള്ളിയുടെ കവാടം എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ പള്ളി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലിയൊരു പള്ളി തന്നെയാണ്. എന്തോ ഇംഗ്ലീഷിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചരിത്രങ്ങൾ. പക്ഷേ ഞാനധികം വായിക്കാൻ നിന്നില്ല, കാരണം കുറച്ച് നേരം പിടിക്കും. ഞാൻ എത്തിയ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വൈകിട്ടായി. ഇതാണ് പള്ളി. കന്യാകുമാരിയിലെ ഏറ്റവും പ്രശസ്തമായ പള്ളി തന്നെയാണിത്. എല്ലാവരും ഇവിടെ വന്ന് ദർശിക്കൽ പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറാൻ നിന്നില്ല. എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാരണം ഞാൻ അങ്ങോട്ട് പോയി. പള്ളിയിൽ കയറാത്തവർക്ക് നേരെ നമ്മൾ വന്ന ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയുള്ള ഒരു മെയിൻ റൂട്ടിൽ കൂടെ തന്നെ പോയാൽ ബീച്ച് എത്തും. ഞാൻ പള്ളിയിലേക്ക് വളഞ്ഞായിരുന്നോണ് ഇപ്പറേ പോകാമെന്നൊരു ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് വെച്ചായിരുന്നു ഇങ്ങോട്ട് പോകുന്നത്.
കന്യാകുമാരിയിൽ ആദ്യം കാണുന്നതാണ് ഈ പള്ളി. പിന്നെ നമുക്ക് ഈ പള്ളിയുടെ നേരെ പടിഞ്ഞാട്ട് കടന്നു കഴിഞ്ഞാൽ കന്യാകുമാരി കടൽ തീരമാണ് കാണുന്നത്. കന്യാകുമാരി കടൽ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കടൽ തീരം തന്നെയാണ്. ഇത് കന്യാകുമാരി കടൽ തീരത്തേക്ക് പോണ വഴിയാണ്. ഇവിടെയൊക്കെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ വീടുകളാണ്, ചെറിയ കുടിലുകളാണ്. അതായത് അതിൽ അത്യാവശ്യം എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു 8 ആളെങ്കിലും ഉണ്ടാവും മാക്സിമം. അങ്ങനെ എനിക്ക് വഴി അറിയില്ലെങ്കിലും ഞാൻ ഇത്തിരി മാപ്പ് ഇട്ടാണ് കൂടുതലും പോയിരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ ഭാഷ തമിഴാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ആൻറ്റി എനിക്കൊരു വഴി തെറ്റിയപ്പോൾ ആൻറ്റി പറഞ്ഞു തന്നു, മോനെ ഇതിലെ വഴി വേറെ വഴിയാണെന്ന് തമിഴിൽ പറഞ്ഞു പുള്ളിക്കാരുത്തി. എനിക്ക് മനസ്സിലാവുകയും ചെയ്തത്. ഇതേ കണ്ട ഈ വീടൊക്കെ നല്ല തമിഴ് സ്റ്റൈലാണ്. അതും നമ്മളെ ബ്രസീലിൻ്റെ കളർ പോലെ പെയിൻ്റൊക്കെ അടിച്ച വീടുകളാണ് ഏറ്റവും കൂടുതലിവിടെ ഉള്ളത്. പിന്നെ ചെറിയ പിള്ളേർ ഇവിടെ കളിക്കാനുണ്ടായി. അവർക്കൊക്കെ ഒരു ഹായ് കൊടുത്താണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത്. ഇവിടെ അത്യാവശ്യം എല്ലാവരും നമ്മളെ പോലെ തന്നെ ഫുള്ള് ഈ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അതും മത്സ്യബന്ധന ബോട്ടുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതും ഒരു ടെമ്പിൾ പോലെ തന്നെ ഒരു ചെറിയൊരു സംഭവമാണിത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, കണ്ടപ്പോൾ തോന്നി അത്യാവശ്യം ഒരു ഇത് തന്നെയാണ്. പിന്നെ ഇതാണ് കന്യാകുമാരിയിലെ ബീച്ച് സൈഡ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ബീച്ചല്ല ശരിക്ക്, ഇത് വേറൊരു വില്ലേജിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബീച്ചാണ് ഈ കാണുന്നത്. ഞാൻ കന്യാകുമാരിയിൽ ഇപ്പുറത്തെ സൈഡാണ് പോകുന്നത്. കാരണം ഇവിടെയാണ് വില്ലേജുകളിൽ ഏറ്റവും ഇറങ്ങിച്ചെന്ന അവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോരണം. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് പോന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും ഒറ്റ ബോട്ടും വള്ളത്തിൽ പോയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ പേര് അവിടെ മത്സ്യബന്ധനത്തിനുള്ള വലകളൊക്കെ നെയ്യാനുണ്ടായി. ഞാനങ്ങനെ കടൽ തീരത്ത് ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു പോയിരുന്നു. കടൽ തീരം അത്ര നല്ല വൃത്തിയുള്ള ഏരിയ ഒന്നുമല്ല കേട്ടോ. അതെനിക്ക് അവിടുത്തെ കണ്ടപ്പോൾ തന്നെ, കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നിറച്ച് ചപ്പും ചവറും പിന്നെ ഒട്ടും ക്ലീനില്ലാത്ത പരിപാടിയൊക്കെ ആയിരുന്നു ഇവിടെ. വൃത്തിയെന്ന് പറഞ്ഞ് ഒട്ടും ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് ഇത്തിരി വഴി കിട്ടിയിട്ട് ഞാൻ വേറെ തിരിച്ചു പോന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട് കന്യാകുമാരിയിൽ. പിന്നെ അവിടേക്കുള്ള യാത്രയായിരുന്നു നമ്മൾ പോണത്. കാരണം കന്യാകുമാരിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഗോൾഡൻ ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണണം. കിലോമീറ്റർ പിന്നെ അങ്ങോട്ടുള്ള യാത്രയായിരുന്നു. ഓട്ടോ വിളിക്കേണ്ട കാര്യമില്ല, സിംഗിളായിട്ട് വരെ എന്തായാലും നടക്കാനുള്ള ദൂരമുള്ളൂ. ഈ കന്യാകുമാരി എന്ന് പറയുമ്പോൾ തന്നെ ഈ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെയാണ്. ഇവിടെ വൃത്തി അത്ര ഭയങ്കര വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുതായിരുന്നു. പിന്നെ എപ്പോഴും വരുമ്പോൾ വെള്ളം കാര്യങ്ങൾ അതെല്ലാം എടുക്കുക. ആദ്യം നമ്മൾ പോണത് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിളിലേക്കാണ്. ഇതാണ് ഫേമസ് ആയ കന്യാകുമാരിയിലെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു പുണ്യസ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും ഇവിടെ ഉണ്ട്. ഇത് ഏറ്റവും പ്രശസ്തമായൊരു ടെമ്പിൾ തന്നെയാണിത്. അത്യാവശ്യം കാലത്ത് വെളുപ്പിന് തന്നെ വന്ന് വരെയായിരുന്നെങ്കിൽ ഇവിടെ ദർശനം കിട്ടി തന്നെയായിരുന്നു. ഞാൻ എത്തിയപ്പോൾ ഒരു 11 മണിയായി. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ദർശനം ഉണ്ടായില്ല ഇവിടെ. ദർശന ടൈം കഴിഞ്ഞിരിക്കുകയായിരുന്നു, നട അടച്ചേക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്താണ് ഞാൻ പയ്യെ പിന്നെ ഇറങ്ങാൻ നിന്നത്. എന്തായാലും കന്യാകുമാരി വരുമ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ മൂർത്തിനെയും തൊഴുതിട്ട് വേണം ശരിക്കും പോകാമെന്നാണ് ഒരു ഐതിഹ്യം എന്നൊക്കെ പറയണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നുള്ള യാത്രയായിരുന്നു. നമ്മൾ പോയത് കന്യാകുമാരി ബീച്ചിലേക്കും വിവേകാനന്ദ പാർക്കിലേക്കുമാണ് പോണത്. അത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിനോട് വന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ, 1 കിലോമീറ്റർ അടുത്തുള്ളൂ. അത് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അത് തന്നെ കന്യാകുമാരി ബീച്ചിലേക്കും പിന്നെ വിവേകാനന്ദ പാർക്കിലേക്കും. ഇപ്പോൾ സമയം ഉച്ചയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. അതുകൊണ്ട് ഞാൻ നടക്കുകയാണ്. എന്തായാലും നടന്ന് നമുക്ക് എല്ലായിടത്തും കണ്ട ഗ്രാമപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ സംസ്കാരവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ചുറ്റും നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോകുന്തോറും ഫുള്ള് വള്ളങ്ങളും ചെറിയ ബോട്ടുകളാണ് കൂടുതലും കാണപ്പെടുന്നത്. കാരണം ഇവിടുത്തെ എല്ലാവരുടെയും ഏറ്റവും വലിയ തൊഴിൽ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം തന്നെയാണ്. അവരെല്ലാ ദിവസവും കടലിൽ പോയി, കടലിൻ്റെ മക്കളാണ് അവർ. കടലിൽ പോയി ആ കടലിൽ നിന്ന് കിട്ടണ ഇത് വെച്ചിട്ടാണ് അവർ കഴിഞ്ഞു കൂടുന്നത്. ഞാനന്ന് ഇതൊക്കെ കണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞാൻ പയ്യെ നടന്നിരുന്നത്. കാരണം ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇവിടെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുള്ളും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടി വരാറുണ്ട്. പിന്നെ കന്യാകുമാരി എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ്. പക്ഷേ സ്റ്റാച്യു നമുക്ക് ശരിക്കും കടലിൻ്റെ അവിടെ നിന്ന് കാണാം. അവിടെയാണ് ഉള്ളത്. ഇതൊക്കെ ഫുള്ള് ഗ്രാമപ്രദേശങ്ങളാണ്.
കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഉപജീവനമാർഗ്ഗമായിട്ട് കണ്ട ശരിക്ക് നമ്മളെ വള്ളങ്ങൾ മീൻപിടുത്തമാണ് ഇവിടെ കൂടുതലും. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയ ചെറിയ വീടുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ. പിന്നെ വിവേകാനന്ദ പാറ കാണാം നമുക്ക്. ഇപ്പോൾ സമയം 12 മണിയായി. ഇതാണ് എൻ്റെ ബാക്കിലുള്ളത് വിവേകാനന്ദ പാറയും പിന്നെ കന്യാകുമാരി സ്റ്റാച്ചു വിവേകാനന്ദൻ്റെ, ഇതൊക്കെയാണ് ഉള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്, നമ്മളെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അറ്റെന്നൊക്കെ പറയാം. അപ്പം ഇനി ബോട്ടിങ്ങിനായിട്ട് വിവേകാനന്ദ പാറയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ബോട്ടിങ് എടുക്കണം. അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം നമുക്ക്. അത്യാവശ്യം ഇവിടെ നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഇവിടുത്തെ എല്ലാവരും ഉപജീവനമാർഗ്ഗം എന്ന് പറയുമ്പോൾ ഫുള്ള് മറ്റേ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ചുറ്റും ബോട്ടുകളും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഫുള്ള്. എല്ലാവരും മീൻപിടുത്തം കാര്യങ്ങളാണ് ഉപജീവനം നടത്തുന്നത്. ഫുള്ള് കടലിൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും.